റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെയാണ് റീചാർജ് ചെയ്യുന്നത്. നമ്മൾ നല്ല ഫ്രീ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് മുകളിലോട്ട് കയറാം, റെഫർ ചെയ്ത് കയറാം. ഇവിടെ റീചാർജ് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ റീചാർജ് ഏറ്റവും ഫ്രണ്ട് പേജിൽ വന്ന് റീചാർജ് എന്നുള്ളത് ടച്ച് ചെയ്യണം. അപ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ നമ്മുടെ മെയിൻ വാലറ്റിൻ്റെ ഇത് എമൗണ്ട് ഇവിടെ കാണിക്കും. 100 രൂപ 200 രൂപ ഒക്കെ ഇവിടെ വരും. 200 ആണെങ്കിൽ 200, 500 ആണെങ്കിൽ 500 എന്താണെന്നുള്ളത് ഇവിടെ ടച്ച് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ മിനിമം 100 രൂപയാണെന്ന് ചിന്തിക്കുക. 100 രൂപ ചെയ്തു, അല്ലെ 500 രൂപ, 1000 രൂപ ഇഷ്ടമുള്ളത് ഇവിടെ അത് കാണിക്കും. എന്നിട്ട് ഇവിടെ ഇതിലേതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ആവും. എന്നിട്ട് റീചാർജിൻ്റെ രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ റീചാർജ് ചെയ്യുന്ന അതേ സെക്കൻഡിൽ തന്നെ നമ്മുടെ മെയിൻ വാലറ്റിൽ കാണിക്കും. ഇവിടെ പേ നൗ എന്നുള്ളത് ടച്ച് ചെയ്യണം. അപ്പോൾ ഇതുപോലെ വരുന്നത് ഇവിടെ ക്ലിക്ക് ഹെയർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ ഫോൺ പേ ഉണ്ട്, പേ ടി എം ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്. ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേയുടെ അടുത്ത് ടച്ച് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഫോൺ പേ ഉണ്ടെങ്കിൽ ഫോൺ പേ, പേ ടി എം ഉണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ചെയ്യാം. എന്നിട്ട് പേ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യണം. 100 രൂപ എമൗണ്ട് വരും. നേരെ നമ്മുടെ ഗൂഗിൾ പേയിൽ സാധാരണ റീചാർജ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ. അപ്പോൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഉപയോഗിക്കുന്നു അത് എൻ്റെ സ്വന്തം ഫോണിലാണെങ്കിൽ ഓക്കെ, എൻ്റെ സ്വന്തം ഫോണിൽ നിന്ന് അയച്ചു കൊടുത്താൽ മതി. ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ മെയിൻ വാലറ്റിലേക്ക് കയറുന്നതായിരിക്കും. ഓക്കെ, ചിലർക്ക് റീചാർജ് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേയ്മെൻറ്റ്, ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ പേയ്മെൻറ്റ് ഇതുപോലെ QR കോഡായിരിക്കും കാണിക്കുന്നത്. ആ QR കോഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് തന്നെ റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്താൽ ഉടൻ തന്നെ എന്ത് ചെയ്യും, എൻ്റെ ഫോൺ നമ്പറുമായിട്ട് ടൈപ്പ് ആയതുകൊണ്ട് ഉടൻ തന്നെ വാലറ്റിൽ കയറും. അല്ല എങ്കിൽ മറ്റൊരു മൊബൈൽ വഴി നമ്മൾ പൈസ അടയ്ക്കുന്നെങ്കിൽ അടച്ചതിന് ശേഷം 12 അക്ക UTR കോഡ് ചോദിക്കും. നമ്മൾ അടച്ചതിന് ശേഷം 12 അക്ക നമ്പറുണ്ട്, അതിന് സബ്മിറ്റ് ചെയ്യാൻ പറയാം. അവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഉടൻ തന്നെ നമ്മുടെ മെയിൻ വാലറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കയറുന്നതായിരിക്കും. ഓക്കെ, 100 രൂപയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 പരസ്യം കാണാം. 200 രൂപയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ. 500 രൂപ എത്തിക്കഴിഞ്ഞാൽ 3ാമത്തെ പരസ്യത്തിലേക്ക് പോകും. ഇതെങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നത്. ഓക്കെ.